ബഖീബിൻ മഖ്ലദ് സ്പെയിനിലാണ് ജനിച്ചത്. സ്പെയിനിലെ കുർത്തുബയിലാണ് ജനിച്ചത്. കൊർദോവയിൽ നിന്നും അദ്ദേഹം 200-ലധികം കിലോമീറ്റർ ഉള്ള സെവിയയിലേക്ക് നടന്നുപോയി. കാരണം അജ്ർ കൂലി അധികം കിട്ടാൻ വേണ്ടി. ഹദീസ് തേടിപ്പോയ ഒരു യാത്രയിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, വാഹനം കയറിയിട്ടില്ല. മാറക്കിബ മർക്കബൻ കത്തു. കാരണം ഇതിനെ കൂലി അധികം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതിന്റെ ഭാഗമായിട്ടും. കൊർദോയിൽ നിന്നും സെവിയയിലേക്ക് പോയി, സെവിയയിൽ നിന്നും മൊറോക്കോയിലേക്ക് വന്നു, മൊറോക്കോയിൽ നിന്നും ബഗ്ദാദിലേക്ക് വന്നു. അപ്പൊ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഹദീസ് അറിയുന്ന ഷെയ്ഖാര ഓരോ വ്യക്തിയും ഓരോ നൂറ്റാണ്ടിൽ ജീവിച്ച ഓരോ വ്യക്തിയിൽ നിന്നും ആര് സ്വീകരിച്ചു, അങ്ങനെയാണല്ലോ ഹദീസ് സ്വീകരിക്കുക. അങ്ങനെ ഒടുക്കം അദ്ദേഹം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത് എത്തും. അഹമ്മദ് ബിൻ ഹംബലിനെ അന്വേഷിച്ച് വരുമ്പോ അദ്ദേഹത്തിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതുകൂടി ഖലീഫ പീഡിപ്പിച്ചു, അങ്ങനെ വീട്ടുതടങ്കലിലിട്ടു. ആ സമയത്ത് ഇദ്ദേഹം ബഖീബ് ബിൻ മഖ്ലദ് അവിടെ ഇറാഖിലെ ആ പരിസരത്ത് എത്തുമ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ ജയിലിലായിരുന്നു. അങ്ങനെ അദ്ദേഹം അഹമ്മദ് ബിൻ ഹംബലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി പോയി. പറഞ്ഞു, എനിക്ക് ഹദീസ് വേണം. അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഇവിടെ ശരിയാവില്ല, പ്രശ്നമാണ്. എന്നാൽ ഞാനൊരു യാചകന്റെ വേഷം കെട്ടി വരാം, നിങ്ങൾ എനിക്ക് ഹദീസ് പറഞ്ഞു തരുമെന്ന്. അഹമ്മദ് ബിൻ ഹംബൽ പറയുന്ന ആയിക്കോട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം ആരും കാണാതെ 1-2 ഹദീസ് പറഞ്ഞു കൊടുക്കും. അദ്ദേഹം കേട്ട് തിരിച്ചു വരും. ഇങ്ങനെ 2 കൊല്ലം പോയി എന്നാണ് അഹമ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇൽമ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പോലെ പഠിക്കണം. അങ്ങനെ ചരിത്രത്തിൽ ബഖീബ് ബിൻ മഖ്ലദിന്റെ മുസ്നദ് എന്ന് പറഞ്ഞാൽ ഔസഉൽ മസാനിദായി മാറി. അദ്ദേഹത്തിന്റെ ഒരു തഫ്സീർ ഉണ്ട്. ആ തഫ്സീറും അദ്ദേഹം രേഖപ്പെടുത്തിയ ഹദീസ് ഗ്രന്ഥമായ അദ്ദേഹത്തിന്റെ മുസ്നദും ചരിത്രത്തിൽ തുല്യതയില്ലാത്തതായി മാറി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയാണ്.